അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 106 സങ്കീർത്തനം 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവർ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവനെ സ്തുതി പാടുകയും ചെയ്തു. എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു, അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. മോശ മുഖാന്തരം മിസ്രയീമ്യരുടെ ഇരുമ്പ് ചൂളയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ജനത്തെ ഫിലിസ്തീനയുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകും എന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തിയെന്ന് പുറപ്പാട് പുസ്തകം 13 അധ്യായം 17-18 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില അലച്ചിലുകൾ കടന്നു വരുമ്പോൾ നാം ഓർത്തുകൊള്ളണം, ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന്. മോശയോട് ദൈവം പറയുകയാണ്, നിങ്ങൾ സമുദ്രത്തിനടുത്ത് പാളയമിറങ്ങണമെന്ന്. എന്തിനാണ് അപ്രകാരം പറഞ്ഞതെന്ന് യഹോവ മോശയോട് പറഞ്ഞിരുന്നു. ഫറവോനും മിസ്രയീമ്യ സൈന്യവും ഇസ്രയേൽ ജനം മരുഭൂമിയിൽ കുടുങ്ങിപ്പോയി എന്ന് അവർ ചിന്തിക്കുവാനാണ് യഹോവ അപ്രകാരം പറഞ്ഞത്. തന്നെയുമല്ല, ഫറവോൻ്റെ ഹൃദയം ദൈവം കഠിനമാക്കിയതുകൊണ്ട് ഫറവോനും സൈന്യവും ഇസ്രയേൽ മക്കളെ പിന്തുടർന്നു. ഇപ്പോൾ ഇസ്രയേൽ മക്കളുടെ മുൻപിൽ ചെങ്കടലും ഇരുവശങ്ങളിലും ചെങ്കുത്തായ പർവ്വതങ്ങളും, പിൻപിൽ മിസ്രയീമ്യ സൈന്യവും ഫറവോനുമായിരുന്നു. ഇസ്രയേൽ മക്കൾ ഇത് കണ്ടപ്പോൾ ഭയപ്പെട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ജനം നിലവിളിക്കുന്നത്. കാരണം രക്ഷപ്പെടുവാൻ ജനത്തിന് മുൻപിൽ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. എന്നാൽ മോശയോട് യഹോവ പറഞ്ഞത് ഇപ്രകാരമാണ്, നീ ഇങ്ങനെ നിന്ന് കരയുന്നത് എന്ത്? നിന്റെ വടി സമുദ്രത്തിന്മേൽ നീട്ടുക. മോശ അപ്രകാരം ചെയ്തപ്പോൾ ചെങ്കടൽ രണ്ടായി ഭാഗിക്കപ്പെട്ടു. ഇസ്രയേൽ ജനം ചെങ്കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ജീവിതത്തിൽ ഇസ്രയേൽ മക്കൾ നേരിട്ടതുപോലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ടിനി എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുവാൻ തക്ക സാഹചര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ അടഞ്ഞ വാതിലിന് മുമ്പിൽ മുട്ടിക്കൊണ്ടിരിക്കാതെ തുറന്നു കിടക്കുന്ന വാതിൽ കർത്താവ് കാണിച്ചു തരുന്നത് മനസ്സിലാക്കുവാൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ജീവിക്കാം. ദൈവം ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി തുറന്ന വഴിയാണ് ചെങ്കടലിന് മധ്യേയുള്ള വഴി. ഇസ്രായേൽ മക്കൾ ആ വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ആ വഴിയിലേക്ക് ഇറങ്ങി ജനത്തെ മിസ്രയീമ്യർ പിന്തുടർന്നു. മിസ്രയീമ്യരിൽ നിന്നും സ്വർണവും വെള്ളിയും ചോദിച്ചു മേടിക്കുവാൻ ഇസ്രായേൽ മക്കളോട് കർത്താവ് കൽപ്പിച്ചിരുന്നു. അവരുടെ പൂർവ്വപിതാക്കന്മാർ ഏകദേശം 400 വർഷക്കാലം അടിമപ്പണി ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ടാണ് അപ്രകാരം മേടിക്കുവാൻ കർത്താവ് കൽപ്പിച്ചത്. ദൈവം മിസ്രയീമ്യർക്ക് എല്ലാ ഇസ്രായേൽ മക്കളോടും കരുണ തോന്നുമാറാക്കി. ഇസ്രായേൽ മക്കൾ ചോദിച്ചതെല്ലാം മിസ്രയീമ്യർ അവർക്ക് കൊടുത്തിരുന്നു. ആകയാൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമ്യരെ കൊള്ളയിട്ടുകൊണ്ടായിരുന്നു മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടത്. ഇപ്പോൾ ചെങ്കടലിലെ പാതയിൽ മിസ്രയീമ്യർ ഇസ്രായേൽ മക്കളെ പിന്തുടരുമ്പോൾ അവരുടെ ഒരേ ഒരു ലക്ഷ്യം, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും എന്നായിരുന്നു. എന്നാൽ പ്രഭാതയാമത്തിൽ യഹോവ മേഘസ്തംഭത്തിൽ ഇരുന്നു കൊണ്ട് മിസ്രയീമ്യ സൈന്യത്തെ ഒന്ന് നോക്കിയപ്പോൾ മിസ്രയീമ്യ സൈന്യത്തിൻ്റെ ഓട്ടം പ്രയാസമായി. ഒടുവിൽ മിസ്രയീമ്യർ പറയുകയാണ്, യഹോവ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന്. അവർ തിരിഞ്ഞോടുവാൻ ശ്രമിച്ചപ്പോൾ ഇരുവശവും മതിലായി നിന്ന വെള്ളം തിരികെ ചേരുമാറാക്കി. പുറപ്പാട് പുസ്തകം 14 അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേൽ മക്കളെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേൽ മക്കൾ കാണുകയും ചെയ്തു. യഹോവ മിസ്രയീമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിൽ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. പുറപ്പാട് പുസ്തകം 14 അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്.
ദൈവം നമ്മെ രക്ഷിക്കുന്നത് നാം ഉദ്ദേശിക്കുന്ന രീതിയിലാകണമെന്നില്ല. ദൈവത്തിനറിയാം തൻ്റെ ജനത്തെ എങ്ങനെ രക്ഷിക്കണമെന്ന്. കുറ്റമില്ലാത്ത രീതിയാണ് എപ്പോഴും ദൈവം അവലംബിക്കുന്നത്. ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ബൈബിളിൽ അനേകം പ്രാവശ്യം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ദീർഘക്ഷമം മൂലവും നമുക്ക് ദൈവത്തെ കാത്തിരിക്കുവാനുള്ള സഹിഷ്ണുത വർദ്ധിക്കേണ്ടതിന് വേണ്ടിയുമാണെന്ന് നാം മനസ്സിലാക്കണം. ഫറവോനും സൈന്യവും വരുന്നത് കണ്ടപ്പോൾ തന്നെ ഇസ്രായേൽ മക്കൾ തീരുമാനിച്ചു, അവർ മിസ്രൈമ്യരുടെ കയ്യാൽ ഇപ്പോൾ തന്നെ തകരുമെന്ന്. എന്നാൽ ദൈവം പ്ലാൻ ചെയ്തതനുസരിച്ചാണ് അവർ വരുന്നതെന്ന് മോശയോട് ദൈവം പറഞ്ഞിരുന്നു. ഭയം ബാധിച്ച ജനത്തിന് മോശയുടെ വാക്കുകൾ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട എന്ന്. ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് കാണുവാൻ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അവനായി ക്ഷമയോടെ കാത്തിരിക്കണം. മിസ്രയീമിൽ ശവക്കുഴിയിലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഫറവോൻ്റെ കയ്യാൽ കൊല്ലിക്കേണ്ടതിന് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നതെന്ന് ചോദിച്ച ജനം, അവർ ആരെയാണോ പേടിച്ചത് അവരും അവരുടെ കുതിരകളും കടൽക്കരയിൽ ചത്തുകിടക്കുന്നത് കണ്ടു. ഈ കാഴ്ച ദൈവം മോശയ്ക്ക് ആദ്യമേ കാണിച്ച് കൊടുത്തതിനാലാണ് മോശ പറഞ്ഞത്, നിങ്ങൾ എന്ത് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന്. മോശയെപ്പോലെ നമുക്ക് വരുവാൻ പോകുന്ന പ്രതിസന്ധികളെയും കർത്താവ് തരുവാൻ പോകുന്ന നന്മകളെയും കാണുവാൻ കഴിയുമോ? ഇയ്യോബിന് ദൈവം അത് വെളിപ്പെടുത്തി. ഇയ്യോബ് അവൻ്റെ ഏറ്റവും വലിയ കഷ്ടതയിൽ പോലും പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി തന്നെ അവനെ കാണുമെന്ന് അറിയുന്നു എന്ന്. അപ്രകാരം നമുക്ക് പറയുവാൻ കഴിയുമോ? നിശ്ചയമായും നമുക്കും കഴിയും. യവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭയമുള്ളവനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നാൽ മാത്രം മതിയാകും. അതിന് നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കണ്ടപ്പോൾ ഇസ്രായേൽ ജനം 106-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യഹോവയുടെ വചനത്തെ വിശ്വസിച്ചു യഹോവയ്ക്ക് സ്തുതി പാടുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കായകയാൽ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികൾ മറക്കുകയും ദൈവത്തിൻ്റെ ഉപദേശത്തിനായി കാത്തിരിക്കാതിരിക്കുകയും ചെയ്തു. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറക്കാതിരിക്കുവാനും ദൈവം നമ്മെ ആദരിക്കുവാനും നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവരുടെ പ്രതിസന്ധിക്ക് പരിഹാരം നൽകി കൊടുക്കുകയാണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ ഈ ഭൂമിയിൽ തിളങ്ങുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കുകയാണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.